അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആൻ ഷരീഫിലെ ഈ ആയത്ത് ഓതി അള്ളാഹുവിനോട് ഏതെങ്കിലും കാര്യം തേടിയാൽ അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യും. വുളൂഓടു കൂടി ഓതുക. ഖിബ്ലക്ക് മുന്നിട്ടിരുന്ന് ഓതുക. 70 തവണ ഓതി താഴ്മയോടെ ആവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശ്ശഹാദത്തി അൻത തഹ്കുമുൽ ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി തഖ്തലിഫൂൻ. നബിയെ പറയുക, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സ്രഷ്ടാവും ദൃശ്യവും അദൃശ്യവുമായ സകലതും അറിയുന്നവനുമായ നാഥാ, നിന്റെ അടിമകൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവർക്കിടയിൽ നീ തന്നെയാണ് വിധി കൽപ്പിക്കുന്നത്. അവയവദാനത്തിൻ്റെ വിധി എന്താണ്? 1. അവയവദാതാവിൻ്റെ അനുവാദമുണ്ടായിരിക്കുക. 2. അടുത്ത ബന്ധുക്കളുടെ അനുവാദമുണ്ടായിരിക്കുക. 3. പ്രതിഫലം വാങ്ങാതിരിക്കുക. ഈ 3 നിബന്ധനയോടുകൂടി അവയവദാനം നടത്താമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അസ്റിന് ശേഷം ഹൈള് കുളി പാടില്ല എന്ന് പറയുന്നതിൽ വല്ല സത്യവുമുണ്ടോ? ഒരു സത്യവുമില്ല. അശുദ്ധി നിലയ്ക്കുന്ന ഏത് സമയത്തും കുളിക്കാം. കൊതുകിനെ കൊന്നാൽ ഒളൂ മുറിയുമോ? ഇല്ല. പക്ഷേ രക്തം നജീസാണ്, അത് കഴുകിക്കളയണം. നിത്യ അശുദ്ധിയുള്ളവർക്ക് ഖുർആൻ ഓതാൻ ഒളൂ നിർബന്ധമുണ്ടോ? ഒരിക്കൽ ഒളൂ എടുത്താൽ എത്ര നേരം വേണമെങ്കിലും ഓതാവുന്നതാണ്. ഓതൽ നിർത്തി അല്പം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണെങ്കിൽ വീണ്ടും ഒളൂ എടുക്കുക. ഞങ്ങളുടെ നാട്ടിൽ മയ്യത്ത് എടുക്കുന്ന സമയം അരി വടിച്ച് പടിഞ്ഞാറോട്ട് ഇടുന്ന ഒരു പതിവുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക വശം എന്താണ്? ഇസ്ലാമിൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. തികച്ചും ഇതൊരു അനാചാരമാണ്. നമസ്തേ പറഞ്ഞ് കൈകൂപ്പുന്നവരോട് എങ്ങനെയാണ് അഭിവാദ്യം ചെയ്യേണ്ടത്? തിരിച്ചും നമസ്തേ എന്ന് പറയുക. കൈ കൂപ്പേണ്ടതില്ല, പകരം കൈ ഉയർത്തി കാണിക്കാവുന്നതാണ്. കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ഒരാളുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും അവരുടെ സംഭാവനകൾ സ്വീകരിക്കുന്നതിൻ്റെയും വിധി എന്താണ്? അവരുടെ വരുമാനം കഞ്ചാവ് കച്ചവടത്തിൽ നിന്നാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കാനോ സംഭാവന സ്വീകരിക്കാനോ പാടുള്ളതല്ല. കെട്ടുകളിൽ ഊതുന്നവരുടെ നാശത്തിൽ നിന്നും എന്ന് ഖുർആൻ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുർമന്ത്രവാദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ ആയത്തുകളോ ഹദീസിൽ വന്ന ദുആകളോ ഓതി ഊതുന്നതിന് കുഴപ്പമില്ല. കെട്ടുകൾക്കോ ഉറുക്കുകൾക്കോ സ്വന്തമായി യാതൊരു കഴിവുമില്ലെന്നും ഫലം തരുന്നത് അള്ളാഹു മാത്രമാണെന്നും ഉള്ള വിശ്വാസത്തിൽ ഓതുക. പ്രസവം നിർത്തുന്നതിൻ്റെ വിധി എന്താണ്? പ്രസവം മാതാവിന് ഹാനികരമാണെന്നതിന് ഒരു വിദഗ്ധ ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയും ഗർഭധാരണം തടയുന്നതിനുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് പ്രസവം നിർത്തൽ അനുവദനീയമാവുക. എൻ്റെ 3 കുട്ടികളെയും വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പായിട്ടാണ് ഞാൻ പ്രസവിച്ചത്. ചിലർ ഇത് ദോഷമാണെന്ന് പറയുന്നു. ഇതിന് വല്ല യാഥാർത്ഥ്യവുമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. പ്രസവ സമയമൊക്കെ അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. ജുമുഅ ദിവസം പ്രസവിക്കൽ ഏറ്റവും നല്ലതാണ്. കഴിയുമെങ്കിൽ അടുത്ത കുഞ്ഞിനെയും ഈ സമയത്ത് തന്നെ പ്രസവിക്കാനായി ദുആ ചെയ്യുക. ഇൻഷുറൻസിൽ നിന്നും ലഭിക്കുന്ന തുക പാവങ്ങൾക്ക് നൽകണോ അതോ റോഡ്, വെയിറ്റിംഗ് ഷെഡ് പോലുള്ള കാര്യങ്ങൾക്ക് നൽകണോ? പൊതു കക്കൂസ്, പൊതു കിണർ, പൊതു റോഡ്, പൊതു കിണർ തുടങ്ങിയ കാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്.
വലിയ അശുദ്ധി നീക്കാനായി കുളിക്കുമ്പോൾ വുളൂ എടുക്കാതെയിരുന്നാൽ കുളി ശരിയാകുമോ? വലിയ അശുദ്ധി നീക്കാനായുള്ള കുളിക്ക് മുമ്പ് വുളൂ എടുക്കൽ സുന്നത്താണ്. വുളൂ എടുക്കാതെ കുളിച്ചാലും കുളി ശരിയാകും. കുളി ശരിയാകലും വുളൂവുമായി ബന്ധമൊന്നുമില്ല. വരുമാനമില്ലാത്ത ബന്ധുക്കൾക്ക് സദഖയും സക്കാത്തും നൽകാമോ? തീർച്ചയായും. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് 2 കൂലി കിട്ടുന്നതാണ്. സക്കാത്ത് 1 സക്കാത്തിൻ്റെയും സദഖയുടെയും കൂലി, 2 ബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലം. ളുഹാ നമസ്കാരം പതിവാക്കുന്നവർ ഒരു ദിവസം നമസ്കരിച്ചില്ലെങ്കിൽ ഖളാ വീട്ടണമെന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല. സുന്നത്ത് നമസ്കാരങ്ങൾ നിർബന്ധമായി ഖളാ വീട്ടേണ്ടതില്ല. വേണമെങ്കിൽ വീട്ടാം, അത്രമാത്രം. ഉളുഹിയ്യത്തിനായി അറുത്ത മാംസം മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് മുമ്പായി പള്ളിയിൽ വെച്ച് അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന നടപടി ശരിയാണോ? ശാഫി മദ്ഹബ് പ്രകാരം ഉളുഹിയ്യത്തിൻ്റെ മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാനേ പാടില്ല. അവർക്ക് കൊടുക്കണമെങ്കിൽ വേറെ മാംസം വാങ്ങിക്കൊടുക്കുക. ഹനഫി മദ്ഹബിൽ അർഹരായ പാവങ്ങൾക്ക് മാംസം നൽകാവുന്നതാണ്. പാകം ചെയ്ത മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാമെന്ന് 2 മദ്ഹബിലും അഭിപ്രായമുണ്ട്. അമുസ്ലിങ്ങൾക്കുള്ളത് മാറ്റിവെച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം. ആദ്യം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. തൗബയുടെ ഷർത്തുകൾ 4 1 ചെയ്തുപോയ ദോഷത്തിനെ തൊട്ട് ഖേദിക്കൽ. 2 ചെയ്തു വരുന്ന ദോഷങ്ങളെ തൊട്ട് ഒഴിയൽ. മേലിൽ ഒരു ദോഷവും ചെയ്യുകയില്ലെന്ന് കരുതൽ. വീട്ടുവാൻ ഉള്ള ഹക്കുകൾ എല്ലാം കൊടുത്തു വീട്ടൽ കൊണ്ടോ പൊരുത്തപ്പെടിക്കൽ കൊണ്ടോ വെടിപ്പാകുന്നത്. ഇങ്ങനെ 4 ഷർത്തുകൾ കൂടാതെ തൗബ കബൂൽ ചെയ്യപ്പെടുകയില്ലെന്ന് തീർച്ചയായും പറയപ്പെട്ടിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദൻബിൻ അദ്നബതുഹു അംദൻ ഔ ഖതഅൻ ഔ സിർറൻ ഔ അലാനിയതൻ ഔ സഗീറൻ ഔ കബീറാ വഅതൂബു ഇലൈഹി മിനദ് ദൻബില്ലദീ അഅലമു വമിനദ് ദൻബില്ലദീ ലാ അഅലമു ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അസ്തഗ്ഫിറുല്ലാഹ അൻ ജമീഇ മാ കരിഹല്ലാഹു ഖൗലൻ വഫിഅലൻ വഅമലൻ വഹാതിറൻ വനാദിറാ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷത്തെത്തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തെത്തൊട്ടും മറച്ചു ചെയ്ത ദോഷത്തെത്തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തെത്തൊട്ടും എല്ലാ വൻദോഷത്തിനെ തൊട്ടും എല്ലാ ചെറുദോഷത്തിനെ തൊട്ടും ഞങ്ങൾ എല്ലാവരും നിന്നോട് ഖേദിച്ച് പേടിച്ചു മടങ്ങുന്നു തമ്പുരാനെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ തടിയോടും അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റം ചെയ്തു നടന്ന തനിയ അടിയാറുകളാകുന്നു. തമ്പുരാനെ, നിന്റെ റഹ്മത്ത് എന്ന തൗബ എന്ന വാതുക്കൽ ഞങ്ങൾ എല്ലാവരും ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തമ്പുരാനെ, ഇനി ഒരിക്കലും ദോഷവും കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ എല്ലാവരെ കൽബുകൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു. തമ്പുരാനെ, നീ ഞങ്ങളുടെ ദോഷത്തിനെ പുറത്ത് തൗബയെ കബൂൽ ചെയ്യണം. തമ്പുരാനെ, നിന്റെ ഖിർഫ കൊണ്ട് നിന്റെ മുഹമ്മദ് പേദാംബർ തങ്ങളെ ബർക്കത്ത് കൊണ്ടും നീ ജഹന്നം എന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം. തമ്പുരാനെ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ തമ്പുരാനെ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും
ഈ തൗബയും നേർവഴിയും ദീൻ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ട് പിരിച്ച് നീ ഞങ്ങളുടെ എല്ലാവരെയും കൽബിനെ നിന്റെ മാറ്റക്കാരാണ്. ശൈത്താൻ ഇബ്ലീസിൻ്റെ ചൊല്ലുകൊള്ളയും ചേൽക്കൊള്ളയും നീ ഞങ്ങളെ ആക്കിക്കളയല്ല തമ്പുരാനെ. നീ നിന്റെ വക്കൽ നിന്നുള്ള റഹ്മത്തിനെ ഞങ്ങൾക്ക് എല്ലാവരെ അളവിലും ഓശാരമായി ഏറ്റം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നബ്അസു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ തമ്പുരാനെ, നീ ഞങ്ങളെ എല്ലാവരെയും ഷഹാദത്ത് കലിമയോടു കൂടി ഈമാനോടു കൂടി മരിപ്പിച്ചു ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് ഹയാത്ത് ഇട്ട് മഹ്ശറക്കൊള്ളെ യാത്രയാക്കിയാൽ ജനങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട ഏട് കിതാബിനെ നീ ഞങ്ങളെ എല്ലാവരെയും വലത് കൈയിൽ ധരിപ്പിച്ച് നിന്റെ ആലത്തിൽ കാരുണ്യമാക്കപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ അകം കടത്തി നിന്റെ ലിക്കാനെയും ആദരവായ നബിൻ്റെയും തൃക്കല്യാണത്തെയും ഞങ്ങളുടെ 2 കണ്ണ് കൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅംതിനാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ വജഅൽനാ മിനൽ മുതത്വഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആമീൻ.